അടുത്ത മാസം ആകുമ്പോ ഇതേ ഡയലോഗ് തന്നെ പിന്നെയും പറയട്ടോ. ഏത് ചെരുപ്പ് കിട്ടിയാലും തവിട് കൂടിയാക്കുന്ന ഒരാളാണ് എന്റെ അമ്മയമ്മ. നല്ല ക്ഷമ വേണം കേട്ടോ. ഈ സെയിൽസിൽ നിൽക്കുന്നവർക്ക് നല്ല ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. പൂമയാ പ്യൂമ. മുടി വെട്ടിയിട്ട് സാരി ഉടുക്കാൻ വൃത്തികേടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അടിപൊളിയാണല്ലോ. ഭയങ്കര ലുക്കാണല്ലോ, ഒരു ക്ലാസിക് ലുക്കാണല്ലോ അമ്മി. ഞാൻ സ്കൂളിൽ പോയ കാലമൊക്കെ ഈ ബാഗൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ അല്ലേ അമ്മി? അമ്മി അന്ന് അത്ര കോൺഷ്യസ് അല്ലായിരുന്നു ഇതിനകത്തൊന്നും. എന്തേലുമൊക്കെ വാരി ചുറ്റി ഓടുവായിരുന്നു. അമ്മി ഈ സാരി ഉടുക്കുന്നത് ഇഷ്ടമാണോ അമ്മിക്ക്? എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നടന്നു പോകാൻ എല്ലാത്തിനുമേ നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ നല്ലത് ചുരിദാറല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ സാരി ഉടുത്താ കാണുന്നവർക്ക് മാത്രമേ രസമുള്ളൂ. അതെ അതെ, ഉടുക്കുന്നവർക്ക് ഒരു രസവും ഇല്ല. ഭയങ്കര പാടല്ലേ. അപ്പൊ ഇന്ന് എന്നാണെങ്കിലും മമ്മിക്ക് പറ്റിയൊരു സാരി, ബ്ലൗസ് ഇതൊക്കെ നോക്കാനാ നമ്മള് പോണേ അല്ലേ മമ്മി? ഇന്ന് കൊറേ ലക്ഷ്യങ്ങളുണ്ടല്ലേ ടൗണിൽ പോണേ. കൊച്ചിന്റെ അടുത്തേക്ക് ഓടി വരണം. ഉച്ച ആവുമ്പത്തേക്ക് ഓടി വരണം. വല്ല നടക്കോ? നടക്കുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കട അല്ലെ 2 കടക്കറുമ്പോൾ അവള് മടുക്കുന്നാട്ടോ എനിക്ക് തോന്നുന്നു. എല്ലാം തീർത്തിട്ട് വേണം പറയാൻ. ഇന്നൊന്നും പോകാൻ പറ്റൂല്ലോ. അത് ശരിയാട്ടോ. ഇന്നൊന്നേ ഈ തുണി എടുക്കാൻ പോയ ഒരു ദിവസം പോക്കാം അല്ലേ മമ്മി? എനിക്ക് ഈ തുണി എടുക്കാൻ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. അതനുസരിച്ചുള്ള സാധനം കിട്ടിയാൽ ടക്കെന്ന് ഞാൻ ഇറങ്ങും. പക്ഷെ മമ്മി എങ്ങനെയാന്ന് വെച്ചാ മമ്മിയും ഒന്ന് സൂക്ഷിക്കുക. ഏറ്റവും നല്ലത് എടുക്കണമെന്നാണ്. അതെ, അവിടെ ഇരിക്കുന്ന സെയിൽസ് ഗേൾസ് ഒന്ന് സൂക്ഷിക്കുക. മമ്മി വന്നു കഴിഞ്ഞാൽ എല്ലാം അരിച്ചു പെറുക്കുന്നതാണ്. എന്നിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു മൂല്യം കിട്ടണ്ടേ? അതെ, എന്നിട്ട് ഒന്നും എടുക്കാണ്ട് പോരും. അതല്ലെങ്കിൽ ആദ്യം കണ്ടത് എടുത്തിട്ട് പോരും. ഒന്നും എടുക്കാൻ ഇതുവരെ എടുത്തോണ്ട് പോരും. എന്നാണേലും നല്ല ക്ഷമ വേണം കേട്ടോ. ഈ സെയിൽസിൽ നിൽക്കുന്നവർക്ക് നല്ല ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് അല്ലേ? അതിന്റെ ഒരു വലിയ ഭാവം ഉണ്ടോ നോക്കിയാ മുഖത്ത്. അതെ, വെരി സിമ്പിൾ അല്ലേ? എന്നാ പോവാം മമ്മി. ഇതങ്ങോട്ട് ഈ ചാക്കോട്ടൊക്കെ ആയിട്ട് കൊറേ ചാക്കോട്ടുണ്ടല്ലോ. ആണോ? അപ്പൊ ഇന്നെങ്കിലും നടപടി ഇല്ല. എന്നാലും വാ നമുക്ക് പോവാം. ആർക്ക് വേണം മമ്മി ചെരുപ്പ് പറഞ്ഞില്ല. ഒരു വയലറ്റ് കളർ ഒരു ചെരുപ്പ്. പൂമയാ പ്യൂമ പൂമ. ഏത് ചെരുപ്പ് കിട്ടിയാലും എന്റെ എല്ലാം ഒരു മാസത്തിനുള്ളിൽ തവിട് പൊടിയാക്കൂലേ? ഏത് ചെരുപ്പ് ഏത് ചെരുപ്പ് കിട്ടിയാലും തവിട് പൊടിയാക്കുന്ന ഒരാളാണ് എന്റെ അമ്മയമ്മ. ഇവിടുന്ന് വഴക്കൂടിക്കൊണ്ട് ഇറങ്ങണേ. സ്റ്റൈലുണ്ടല്ലേ? നല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാനും മമ്മിയും വിചാരിച്ചു സാരി ഇനി സെറ്റ് ആവോ ഈ ഹെയർ സ്റ്റൈലിന്. പക്ഷെ ഇത് അടിപൊളിയാണ്. ഞാൻ ഓർത്തോട്ടോ സാരി എടുത്താൽ കൊള്ളില്ലായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. ഓ മതി ഇനി എങ്ങോട്ടേലും പൊങ്ങി അങ്ങ് പോകുമ്പോ. അപ്പം മമ്മിയും കൊണ്ടുള്ള ഷോപ്പിംഗ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ഫസ്റ്റിന് നമ്മൾ കല്യാൺ സിൽക്സിലാണ് കയറിയത്. സാരിയുടെ സെക്ഷനിലേക്ക് പോയി. മമ്മിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സാരി നോക്കുന്നത്. അപ്പോൾ കുറേ സാരികളൊക്കെ എടുത്ത് കണ്ടിട്ടോ. എന്നിട്ട് മമ്മി ആദ്യം കണ്ട സാരി തന്നെ മേടിച്ചു എന്നുള്ളതാണ് സത്യം കേട്ടോ ഗൈസ്. പിന്നെ അടുത്തതായിട്ട് എനിക്കൊരു സാരി നോക്കി. എൻ്റെ കയ്യിലൊരു ബ്ലൗസ് ഉണ്ടായി. അപ്പം നേരത്തെ തന്നെ വർക്ക് ചെയ്ത് വെച്ചിരുന്ന കുറേ നാൾ മുന്നേ ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സാരി നോക്കുകയാണ്. ഓരോന്നൊക്കെ കണ്ടിട്ട് എനിക്ക് സെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര എലഗൻ്റായിട്ട് തോന്നി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കിത് ഇഷ്ടമായോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ ഒരു ബ്ലൗസ് പ്രത്യേകം എടുത്ത് നിൽക്കുന്നതായിട്ട്, ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നി ഈ ഒരു സാരിയുടെ ഒപ്പം. അപ്പം ഞങ്ങളിതേ പുറത്തിറങ്ങി. ഞാനും മമ്മിയും രാവിലെ ഇറങ്ങിട്ട് ഇപ്പൊ സമയം എത്രയായി? 3:45 കേട്ടോ. വീട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോ വീട്ടിൽ കയറ്റോ? എനിക്കറിയില്ല. ഞാൻ പറയുന്നിരിക്കും കേട്ടോ. ഞാൻ പറയുന്നിരിക്കുന്നു. അതെ അല്ലെ, നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടന്നോ? മമ്മി എന്തൊക്കെ വാങ്ങിന്നുള്ള വീട്ടിൽ ചെല്ലുമ്പോ കാണിച്ചു തരാം. അത് തന്നെ. ഒരു വർഷത്തേക്കുള്ള എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി കടക്കിറക്കാനൊന്നും ഇല്ല. അടുത്ത മാസം ആകുമ്പോ ഇതേ ഡയലോഗ് തന്നെ പിന്നെയും പറയട്ടോ. ഏ ഇല്ല
എന്നാ പോവാം, വേഗം വേഗം. മമ്മി കൊറേ സാധനങ്ങൾ വാങ്ങി കൂട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് പോയിട്ട്. മമ്മിയുടെ ഷോപ്പിംഗ് ആയിരുന്നു. ഇത് നോക്കി എന്നൊക്കെ വാങ്ങിയത്. എന്താ മമ്മി ഇത്? ഇതൊക്കെ പിള്ളേർക്ക് മമ്മി ഓരോ കുരുന്നുകൾക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പല പല ഗിഫ്റ്റ് ഐറ്റംസ് ആട്ടോ വാങ്ങിയത്. ഒരു JCB ഒരു ആൺകൊച്ചിന് കൊടുക്കാൻ. ഇതൊരു ആൺകൊച്ചിനുള്ള ഗിഫ്റ്റ് ആണ്. പിന്നെ പെൺപിള്ളേര് 3 പേരുണ്ട്, അവർക്കും കൂടെ ഉള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓ എന്റെ പൊന്നു മമ്മി നോക്കി എന്ത് രസമാണ്. 3 വാവ് 1 2 3 പെൺപിള്ളേരും ഒരു ആൺകൊച്ചുവാ. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഇതിനകത്ത് ദേ ഒരു മാല, പിന്നെ കയ്യിലിടുന്നത്, പിന്നെ ക്ലിപ്പ്, ഇങ്ങനെ ഏതാണ്ട് കിണിമിണി സാധനങ്ങള്, മോതിരം ഒക്കെ കുറെ ഉണ്ട് കേട്ടോ. 4 പിള്ളേരുണ്ട്. ഒരു ചെറുക്കൻ ചെറുക്കൻ ഇത് മേടിച്ചു. പാവം ചെറുക്കൻ കൊച്ചിന് ഒരു അല്ല 4 പിള്ളേരാണോ? 5 പിള്ളേരില്ലേ? 5 പിള്ളേരുണ്ടോ? 5 പിള്ളേരുണ്ട്. നമ്മള് 4 മേടിച്ചു. അല്ല 5ാമത്തെ കൊച്ചിന് ഉടുപ്പാ മേടിച്ചത്. അപ്പൊ അത് തീരെ കുഞ്ഞാ. ഇതെടുത്ത് വെച്ചോ. ഇനി മമ്മിയുടെ ഇന്നത്തെ സാധനങ്ങളെല്ലാം കാണിക്കട്ടെ. പതുക്കെ ഇട്ടോ. മമ്മി ഇനി ഈ കൊല്ലം മമ്മിക്ക് ഷോപ്പിംഗ് ഇല്ല കേട്ടോ. ഇനി കൊള്ളാവോ ഇത്? അടുത്ത കൊല്ലം 2026 ഇനി ഷോപ്പിങ്ങിന് കൊണ്ടുള്ളൂ. ഇനി ഷോപ്പിംഗ് ഒന്നും ഇല്ല അല്ലേലും. വാവയ്ക്ക് വേണ്ടിട്ട് ഒരു ബെഡ് നമ്മള് 2ാമതൊരു ബെഡ് വാങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ അത് കുഞ്ഞായിരുന്നേ. അത് ഞാൻ വേറൊരു കൊച്ചിന് കൊടുത്തു. അതുകൊണ്ട് നമ്മള് വേറൊരു ബെഡ് വാങ്ങി. ഇത് ഇച്ചിരി വലുതാട്ടോ. ഇത് ഞാൻ കടയിൽ പോയി വാങ്ങി നോക്കി പെറുക്കി വാങ്ങി. ഇത് നല്ലതാ. ഇത് വലുതല്ലേ? ഇതിനകത്ത് കൊള്ളുവോ വണ്ടിക്കകത്ത്? അത് ഇങ്ങനെ ഇറക്കി വെച്ചാ മതിയല്ലോ. ഒരു മണോ പുത്തൻ ഇതിന്റെ മണമാണ്. ഇതിന് എത്ര? ഇതിന് 1000 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലതാണേ. നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. ബേബി ഹഗിന്റെ ആണേ. പിന്നെ അവക്ക് മമ്മീനെ ഞാൻ ചെരുപ്പ് മേടിക്കാനായിട്ട് കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ബേബി ഹഗ് കയറി മേടിച്ചതാണ് കേട്ടോ. പിന്നെ അവക്കൊരു ഇത് കൂട്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. നല്ലൊരു സ്ഥലം കാണാൻ കൊച്ചിന്. ഇത് വലുതാണല്ലോ. ഇച്ചിരി വലുത് നോക്കിയാ വാങ്ങിയതാ. മറ്റേ ഇത് കൂട്ട് ഒരെണ്ണം ഉള്ളത് അതിനകത്ത് അവള് കേറുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി വലുത് വാങ്ങിയതാണേ. തണുപ്പുള്ളിടത്തൊക്കെ പോകുമ്പോഴേ. പിന്നെ ഒരു തൊപ്പി വാങ്ങിയതേ, കെട്ടുള്ള തൊപ്പി. ഇതുണ്ടോ? ഇങ്ങനെ ഇട്ടിട്ട് ഒരു തൊപ്പി വേണം. ഇങ്ങനെ വള്ളി വെച്ച്. ഇത് ക്യൂട്ടല്ലേ? ഇതുണ്ട്, യൂസ്ഫുൾ അല്ലേ? ഇത് വാങ്ങി. പിന്നെ ഇത് വീട്ടിൽ ഇടുന്നതാണ് കേട്ടോ. അവൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ് കുറവായിരുന്നു. ഇതൊരു കുഞ്ഞുടുപ്പ് ബനിയൻ. പിന്നെ ഇതൊരെണ്ണം. പിന്നെ ഇതൊരെണ്ണം. ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ മമ്മി ഇല്ലാതെ മമ്മി ചെരുപ്പ് കട കയറിയപ്പോ ആ ഗ്യാപ്പ് ഞാൻ വാങ്ങിയതാ. ചുമ്മാ പോസ്റ്റ് ആയിട്ട് നിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. പിന്നെന്താ? പിന്നെ വേറെ ഏതാണ്ടൊക്കെ ചെരുപ്പ്. മമ്മിയുടെ ചെരുപ്പ്. ഈ ചെരുപ്പോടെ കയറി കഴിഞ്ഞ മമ്മി നൈസായിട്ട് ആ പൊക്കോന്ന് കഴിഞ്ഞ് ഞാൻ കയറി. ഞാനൊക്കെ ചെരുപ്പ് വാങ്ങി നമ്മുടെ ഞാൻ വിളിച്ചതാടാ, ഇറങ്ങി വരുന്നില്ല. മമ്മി തന്നെ പൊക്കോളാൻ പറഞ്ഞ എന്നെ വിട്ടതല്ലേ. ഞാൻ അതേ പിടിച്ച് കയറിക്കോ. ഇത് നല്ലതാട്ടോ. നീ ചെരുപ്പിടാൻ വന്നേക്കണം കേട്ടോ. ഞാൻ ആ ചെരുപ്പ് കട ചെന്ന് അകത്തി എന്നേച്ചുണ്ടല്ലോ. അവിടെ ചെരുപ്പ് ഊരിട്ട് കഴിയുമ്പോ എനിക്ക് നാണക്കേടെ. നിറയെ ചെളി. പറമ്പിൽ പണിയാൻ പോകുന്നേ. പറമ്പിലേക്ക് ഞാൻ പള്ളി കൊണ്ടുപോണ ചെരുപ്പ് എടുത്തിട്ടുണ്ടോ മകള് പറമ്പിൽ. 825 രൂപയ്ക്ക് കുഴപ്പമില്ല. ഇല്ല വാഷബിൾ ആണ്. വാഷബിൾ ക്ലിക്ക് എന്ന് വീഴുന്ന സാരിയൊക്കെ എടുത്തു കേട്ടോ. അത് ഞാൻ പിന്നെ എല്ലാരെയും കാണിച്ചായിരുന്നല്ലോ സാരിയൊക്കെ. അത് ഞാൻ കടയിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തായിരുന്നു. ഇതെന്താ ഇത് കൊച്ചിന് ഉടുപ്പ് മേടിച്ചേക്കണത്. 5ാമത്തെ ചെറുക്കൻ കൊച്ചിന്. 5ാമത്തെ ചെറുക്കൻ പറഞ്ഞ. പിന്നെ കുറെ സാരികളൊക്കെ ഉണ്ടോ. അത് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പൊ ഇത് കാണിച്ചായിരുന്നോ? ഇത് കാണിച്ചായിരുന്നു. ഇത് 3 കാണിച്ചായിരുന്നു. ഇത് ഒരെണ്ണം എന്റെ സാരി, ഒരെണ്ണം മമ്മി ഗിഫ്റ്റ്, 2 മമ്മി ഗിഫ്റ്റിന് വാങ്ങിയല്ലേ. 2 പേർക്ക് കൊടുക്കാനായിട്ടല്ലേ. ആർക്കൊക്കെ സാരിയൊക്കെ കൊടുക്കാം പറയല. പെണ്ണാണല്ലേ ഇന്നത്തെ ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഉള്ള? അതെ അല്ലേ എന്റെ കൂടെ ഉള്ള ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അയ്യോ ബൈ കൊടുത്തേ. ബൈ.